സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സാഹിത്യമാണെങ്കിലും സാഹിത്യം അല്ലെങ്കിലും എല്ലാം കൊളായിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. ചുള്ളിക്കാടിന് വണ്ടിക്കൂലി പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. പ്രസംഗിക്കാൻ പോയിട്ട് 2 മണിക്കൂർ. അതായത് ഒരു ഭാഗത്ത് സർക്കാരിന്റെ ദൂർത്ത്, മറുഭാഗത്ത് വണ്ടിക്കൂലിക്ക് പോലും കാശില്ല. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പല സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ തന്നെയാണ്. ആ ഇല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതിൽ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. അല്ല, അതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും അവർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. 3 സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു സീറ്റ് അത് തിരിച്ചു തന്നിട്ടുമുണ്ട്. 991 വടകര സീറ്റ് അന്ന് അവർക്കൂടെ സ്വീകാരനായ സ്ഥാനാർത്ഥിയായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്. അതുകൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച കൂടെ നടത്തി ഫൈനലൈസ് ചെയ്യും. അതിൽ തർക്കം ഉണ്ടാവില്ല. ഒരിക്കലും UDFന്റെ അകത്ത് സീറ്റ് വിഭജനത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല.